വീക്കാൻ വേണ്ടി മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഒരു പാഠഭാഗമാണ്. അപ്പോൾ നമുക്കറിയാം, COVID-19 ബാധിച്ച് പരീക്ഷകൾ വളരെയധികം മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. 26-ാം തീയതി 10ാം ക്ലാസ്സിലെ പരീക്ഷകൾ തുടങ്ങിയാണ്. അപ്പോൾ ഫിസിക്സിന്റെ പരീക്ഷ ഇനി നടക്കാനിരിക്കുന്ന പരീക്ഷകളൊന്നാണ്. അപ്പോൾ മാത്സ് കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പാഠഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫിസിക്സ് ആണ്. അപ്പം ഫിസിക്സിനകത്തെ തുടക്കത്തെ പാഠങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പഠിക്കാനുള്ള ആവേശത്തോടുകൂടി 10ാം ക്ലാസ്സിൽ കയറിയപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ആവേശത്തോടുകൂടി പഠിച്ച് നിങ്ങളെ മനസ്സിൽ ഒരുപക്ഷെ തറവാക്കി വെച്ചിരിക്കുന്നതായിരിക്കാം. അതേസമയം ഏറ്റവും അവസാന ഭാഗത്തുനിന്ന് വരുന്ന പാഠങ്ങൾ ഒരുപക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെന്നോ അല്ലെങ്കിൽ എളുപ്പമാണെന്നുള്ള ഒരു ധാരണ കൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ പഠിക്കാതെ വിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്രയ്ക്കും പ്രാധാന്യം കൊടുക്കാത്ത ഒരു പാഠഭാഗമാണ് ഊർജ പരിപാലനം അല്ലെങ്കിൽ എനർജി മാനേജ്മെന്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതും മുൻവർഷ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചതുമായ പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളാണെന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോകളൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ താമസിക്കുന്നില്ല, ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാഠം പഠിക്കുകയാണ്. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 7ാമത്തെ പാഠം ഊർജ പരിപാലനം എന്നാണ് പാഠത്തിന്റെ പേര്, എനർജി മാനേജ്മെന്റ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഊർജം എന്താണെന്നാണ്. ഊർജം എന്നാൽ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയാത്ത ഒന്നാണ് എന്ത്? ഊർജം. നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയാത്ത ഒന്നാണ് ഊർജം. അതായത് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതായത് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയാത്ത ഒന്നാണ് എന്ത്? ഊർജം. അപ്പം ഊർജം പല രൂപത്തിലുണ്ട്, പല വകഭേദങ്ങളുണ്ട്. അപ്പം എന്തൊക്കെയാണ് വിവിധതരം ഊർജങ്ങൾ? ഊർജത്തെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം? ഊർജം വഴി നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാക്കാൻ കഴിയുക? ഈ ഊർജത്തെ ഏതെങ്കിലും മറ്റു രീതിയിലേക്ക് മാറ്റി നമ്മളുടെ ഉപയോഗങ്ങൾക്കായി നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്നൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പാഠഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട ആ ഒരു കണ്ടന്റിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പ്രധാനപ്പെട്ട ഊർജ രൂപങ്ങളെ കുറിച്ച് പഠിക്കാം. നമ്മൾ ഊർജത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജം കിട്ടുന്ന ഊർജ സ്രോതസ് ഏതാണ്? സൂര്യനാണ്, അല്ലെങ്കിൽ സൺ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന സ്രോതസ് അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പം സോളാർ എനർജി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊർജ്ജമാണ്. അതുപോലെ ഹീറ്റ് എനർജി, അതുപോലെ മറ്റൊരു എനർജിയാണ് എന്ത്? വൈദ്യുത ഊർജ്ജം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി. മറ്റൊരു പ്രധാനപ്പെട്ട എനർജിയാണ് എന്ത്? മസ്കുലാർ എനർജി അല്ലെങ്കിൽ പേശി ഊർജ്ജം എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ ആകമാനം പേശികളുണ്ട്. അപ്പം നമുക്കൊരു പ്രവൃത്തി ചെയ്യുന്നതിന് എന്ത് വേണം? എനർജി വേണം. ആ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ബോഡിയിലുള്ള പേശികളാണ് അല്ലെങ്കിൽ മസിൽസ് ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്കൊരു പ്രവൃത്തി അല്ലെങ്കിൽ നമുക്കൊരു വർക്ക് ചെയ്യാൻ ആവശ്യമായ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ മസിൽസ് ആണ്. അപ്പം മസിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന എനർജി ഏതാണ്? മസ്കുലാർ എനർജി അല്ലെങ്കിൽ പേശി ഊർജ്ജം എന്ന് പറയും. അതുപോലെ നമ്മുടെ വീട്ടിൽ പാചകം ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ആഹാരം കഴിക്കാൻ എന്ത് വേണം? പാചകം ചെയ്താൽ മാത്രമേ നമുക്ക് ആഹാരം കഴിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പം ആഹാരം പാചകം ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജമാണ് രാസോർജ്ജം. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് വിറക് കത്തിക്കാം അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് നമ്മൾ കത്തിക്കും. അതിനൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഊർജ്ജം ഏതാണ്? രാസോർജ്ജമാണ്. അപ്പം വിറകിനെ ആയാലും അല്ലെങ്കിൽ മറ്റ് ഇന്ധനങ്ങളെ ആയാലും നമ്മൾ എന്തായിട്ടാണ് മാറ്റുന്നത്? രാസോർജ്ജമായിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഊർജ പരിപാലനം അല്ലെങ്കിൽ എനർജി മാനേജ്മെന്റ് എന്നുള്ള ഈ ഒരു പാഠത്തിൽ നമ്മൾ ആദ്യം നമുക്ക് കിട്ടാൻ അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഏത്? ഇന്ധനം എന്നുള്ളത് അല്ലെങ്കിൽ ഫ്യൂവൽസ്. അപ്പം ഇന്ധനം എന്താണെന്ന് ചിലപ്പം നമുക്ക് നേരിട്ട് ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ധനങ്ങളെ പലതരത്തിലുള്ള ഇന്ധനങ്ങളെ തന്നൊരു പക്ഷേ അത് തരംതിരിച്ച് ഇവിടെ പ്രത്യേകതകളായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇന്ധനങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. കത്തിക്കുമ്പോൾ ഊർജം പ്രദാനം ചെയ്യുന്ന വസ്തുക്കളെയാണ് എന്ത് വിളിക്കുന്നത്? ഇന്ധനങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു വസ്തുവിനെ നമ്മൾ കത്തിക്കുമ്പോൾ അത് വളരെ വലിയ അളവിൽ അല്ലെങ്കിൽ ചെറിയ അളവിലോ നമുക്ക് ഊർജം പ്രദാനം ചെയ്യുകയാണ്. അപ്പൊ അവയെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു ഇന്ധനം എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ദ സബ്സ്റ്റൻസ് വിച്ച് ബേൺസ് ആൻഡ് പ്രൊവൈഡ് എനർജി. ദ സബ്സ്റ്റൻസ്, ആ വസ്തുക്കൾ, വിച്ച് ബേൺസ്, അവ കത്തുന്നു, ആൻഡ് പ്രൊവൈഡ് എനർജി, അവ കത്തിക്കൊണ്ട് എന്ത് നമുക്ക് നൽകുന്നു? എനർജി അല്ലെങ്കിൽ ഊർജത്തെ നമുക്ക് നൽകുന്നു. അപ്പൊ അവയെ നമുക്ക് എന്ത് വിളിക്കാം? ഇന്ധനങ്ങൾ എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് പരിചയമായിട്ടുള്ള ഇന്ധനങ്ങൾ ഏതൊക്കെയാ? പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, അതുപോലെ ബയോഗ്യാസ് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഇന്ധനങ്ങളുണ്ട്. അപ്പം ഇവയെല്ലാം നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചു നമ്മുടെ പഠനത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഇന്ധനങ്ങൾ ഒരുപാടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ധനം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പലതരത്തിലുള്ള ഇന്ധനങ്ങളുണ്ട് എന്നും നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഇന്ധനങ്ങളെ നമുക്ക് എന്തായിട്ട് തരംതിരിക്കാം? 3 ആയിട്ട് തരംതിരിക്കാം. അപ്പൊ ഇന്ധനങ്ങളെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? 3 തരമായിട്ട് നമുക്ക് അവയെ ക്ലാസിഫൈ ചെയ്യാം അല്ലെങ്കിൽ തരംതിരിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ തരത്തിലുള്ള ഇന്ധനങ്ങളെ വിളിക്കുന്ന പേരാണ് ഖര ഇന്ധനങ്ങൾ.
മനസ്സിലായല്ലോ. ഒന്നാമത്തെ ഇന്ധനങ്ങൾക്ക് പറഞ്ഞ പേരാണ് ഖര ഇന്ധനങ്ങൾ. അപ്പൊ ബാക്കി രണ്ടും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഊഹിച്ചെടുക്കാം. ഒന്ന് ഖര ഇന്ധനമായിരിക്കും, ബാക്കി രണ്ടും എന്തായിരിക്കാം? ദ്രാവക ഇന്ധനങ്ങളും വാതക ഇന്ധനങ്ങളും ആയിരിക്കും. അപ്പം ഖര ഇന്ധനങ്ങൾ, ദ്രാവക ഇന്ധനങ്ങൾ, വാതക ഇന്ധനങ്ങൾ. അപ്പൊ ഇവിടെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഖര ഇന്ധനങ്ങൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആ ഇന്ധനം ഖരരൂപത്തിലായിരിക്കും. അതായത് നമ്മൾ ഖരരൂപത്തിലുള്ള ഒരു വസ്തുവിലാണ് നമ്മളെ ഊർജം ഉണ്ടാക്കാൻ സഹായിക്കുന്നത് എങ്കിൽ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? ഒരു ഖര ഇന്ധനം എന്ന് വിളിക്കാം. അതായത് ഒരു സോളിഡ് മെറ്റീരിയൽ ബേൺ ചെയ്തിട്ടാണ് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? ഒരു സോളിഡ് ഫ്യൂവൽ എന്ന് വിളിക്കാം. മനസ്സിലായല്ലോ. അതായത് ഒരു ഖരവസ്തുവിനെ നമ്മൾ കത്തിക്കുന്നു, അത് നമുക്ക് എന്ത് തരുന്നു? ഊർജം തരുന്നു. അപ്പോൾ ആ ഒരു വസ്തുവിനെ നമുക്ക് എന്ത് വിളിക്കാം? സോളിഡ് ഫ്യൂവൽ അല്ലെങ്കിൽ ഖര ഇന്ധനം എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഒരു ലിക്വിഡ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ദ്രാവകാവസ്ഥയിലുള്ള എന്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ ബേൺ ചെയ്യുന്നു അല്ലെങ്കിൽ കത്തിക്കുന്നു. ആ കത്തിക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ഊർജം കിട്ടുന്നു. അപ്പൊ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ദ്രാവകം ഇന്ധനം എന്ന് വിളിക്കാം. അപ്പം ഖര ഇന്ധനം, ഒരു ഖരവസ്തുവിനെ കത്തിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഊർജം കിട്ടുന്നു. നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഖര ഇന്ധനം എന്ന് വിളിക്കാം. അതുപോലെ ദ്രാവകത്തെയാണ് ചൂടാക്കി അല്ലെങ്കിൽ അതിനെ കത്തിച്ച് നമുക്ക് ഊർജം കിട്ടുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ദ്രാവക ഇന്ധനം എന്ന് വിളിക്കാം. അതേസമയം ഒരു വാതകം വഴിയാണ് അല്ലെങ്കിൽ ഒരു വാതകം ബേൺ ചെയ്തിട്ടാണ് നമുക്ക് ഊർജം കിട്ടുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? വാതക ഇന്ധനം അല്ലെങ്കിൽ ഗ്യാസ് ഫ്യൂവൽ എന്ന് വിളിക്കാം. അപ്പം ഇതാണ് പ്രധാനപ്പെട്ട 3 തരത്തിലുള്ള ഇന്ധനങ്ങൾ. അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖര, ദ്രാവക, വാതക ഇന്ധനങ്ങൾ. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന് എക്സാമ്പിൾസ്. അപ്പം നമ്മൾ 3 ടൈപ്പാണ് പഠിച്ചത്. അപ്പം ഇതിന് ഓരോന്നിനും എക്സാമ്പിൾ ഉണ്ട്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ ഓരോന്നിന്റെയും എക്സാമ്പിൾ ഏതൊക്കെയാണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കോമൺ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എല്ലാത്തിനും നിങ്ങൾ എക്സാമ്പിൾ ഉറപ്പായിട്ട് എഴുതിയിരിക്കണം. ഒരുപക്ഷെ ചോദ്യത്തിൽ എക്സാമ്പിൾ ചോദിച്ചില്ല എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഴുതുന്ന ഉത്തരത്തിനകത്ത് അവയുടെ എക്സാമ്പിൾ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് എഴുതിയിരിക്കണം. കാരണം ആ ഒരു ഉത്തര പേപ്പർ നോക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് ആ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചിരിക്കുന്ന ആ ഒരു കൺസെപ്റ്റിൽ വിദ്യാർത്ഥിക്ക് വ്യക്തമായ അറിവുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് ആരുടെ കടമയാണ്? അത് നമ്മുടെ കടമയാണ്. അപ്പം നമുക്കറിയാവുന്ന എക്സാമ്പിൾസ് നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിർബന്ധമായും എഴുതിയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി അതിവിടെ ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. നമുക്കപ്പോൾ അവയുടെ ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ പഠിക്കുന്നത് ഖര ഇന്ധനങ്ങളെ കുറിച്ചാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ആ ഇന്ധനം ഏതവസ്ഥയിലായിരിക്കാം? ഖരാവസ്ഥയിലായിരിക്കും. അതായത് ആ ഒരു വസ്തുവിന് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോളിയം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിശ്ചിത ആകൃതിയും നിശ്ചിത വ്യാപ്തമുള്ള വസ്തുവായിരിക്കും എന്ത്? ഖര ഇന്ധനത്തിൽ പെടുന്നത്. അപ്പം ഖരത്തിന്റെ നിർവചനം നമുക്കറിയാമെങ്കിൽ സോളിഡ് സബ്സ്റ്റൻസിന്റെ ഡെഫിനിഷൻ നമുക്കറിയാമെങ്കിൽ നമുക്ക് എന്തിന്റെ ഡെഫിനിഷനും എഴുതാം? സോളിഡ് ഫ്യൂവലിന്റെ നിർവചനവും വളരെ എളുപ്പത്തിൽ എഴുതുക. അതായത് സോളിഡിന്റെ നിർവചനം എന്താണ്? ദ സബ്സ്റ്റൻസ് വിച്ച് ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോളിയം ആർ കാൾഡ് സോളിഡ് പാർട്ടിക്കിൾ. അപ്പോൾ സോളിഡ് ഫ്യൂവൽ എന്തായിരിക്കും? ദ ഫ്യൂവൽ വിച്ച് ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോളിയം. അതായത് ഇന്ധനം എന്ത്? നിശ്ചിത വ്യാപ്തവും നിശ്ചിത ആകൃതിയുമുള്ള ഇന്ധനങ്ങളാണ് എന്ത്? ഖര ഇന്ധനങ്ങൾ. അപ്പൊ പറഞ്ഞത് നമ്മൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാ? വിറക്. വിറകിന് നിശ്ചിത ആകൃതിയുണ്ട്, നിശ്ചിത വ്യാപ്തമുണ്ട്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ എന്താണ്? കൽക്കരി. അതിന് നിശ്ചിത ആകൃതിയുണ്ട്, നിശ്ചിത വ്യാപ്തമുണ്ട്. അപ്പം ഖര ഇന്ധനങ്ങളെ കുറിച്ച് പഠിച്ചു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ്രാവക അവസ്ഥയിലുള്ള ഇന്ധനങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അവ ദ്രാവക അവസ്ഥയിലായിരിക്കും. അവയ്ക്ക് വ്യക്തമായിട്ടുള്ള ഒരു ആകൃതി ഉണ്ടായിരിക്കുകയില്ല. പക്ഷെ അവയ്ക്ക് എന്തുണ്ടായിരിക്കും? വ്യക്തമായി അവയ്ക്ക് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ ഒരു സ്ഥലം ആവശ്യവുമായിരിക്കും. അതായത് ദ സബ്സ്റ്റൻസ് വിച്ച് ഹാസ് ഡെഫിനിറ്റ് വോളിയം ബട്ട് ഇറ്റ് ഡ നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. അതായത് നിശ്ചിത ആകൃതി ഇല്ല, പക്ഷെ എന്തുണ്ട്? നിശ്ചിത വ്യാപ്തം അവയ്ക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവയാണ് ദ്രാവക വസ്തുക്കൾ. അപ്പം ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഫ്യൂവൽസിനെ നമുക്ക് എന്ത് വിളിക്കാം? ദ്രാവക ഇന്ധനങ്ങൾ എന്ന് വിളിക്കാം. ദ ഫ്യൂവൽസ് വിച്ച് ഹാഡ് ഡെഫിനിറ്റ് വോളിയം ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്നാൽ നിശ്ചിത വോളിയം ഉള്ളതുമായ ഇന്ധനങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? ദ്രാവക ഇന്ധനങ്ങൾ എന്ന് വിളിക്കാം. ഉദാഹരണം നമുക്കറിയാം എന്താണ്? നമ്മൾ എണ്ണ അടിക്കാൻ പോകും, നമ്മൾ വണ്ടിയുണ്ട്. ഉദാഹരണം പെട്രോളിയം, അതുപോലെ ഡീസൽ. അപ്പൊ പെട്രോള്, ഡീസല്, മണ്ണെണ്ണ ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ദ്രാവക ഇന്ധനങ്ങൾക്ക്
ഉദാഹരണങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഉദാഹരണങ്ങളെ ചേർത്ത് നിങ്ങൾ എഴുതുക. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. വാതക ഇന്ധനങ്ങൾ. അപ്പം ഖരവായു, ദ്രാവകവായു, വാതക ഇന്ധനങ്ങളും നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ഓർത്തിരിക്കുക. വാതകങ്ങൾക്ക് നിശ്ചിത ആകൃതിയുമില്ല, നിശ്ചിത വ്യാപ്തവുമില്ല. The fuels which does not have a definite shape and definite volume are called gas fuels. ഇപ്പൊ അതിന്റെ എക്സാമ്പിളും കൂടെ അറിഞ്ഞിരിക്കുക. നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ്, LPG, ബയോഗ്യാസ്, അതുപോലെ CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പൊ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഗ്യാസ് ഫ്യൂവൽസിന് എക്സാമ്പിൾ ആണ്. അപ്പം നമ്മൾ സോളിഡ് പറഞ്ഞു, ലിക്വിഡ് പറഞ്ഞു, ഗ്യാസ് പറഞ്ഞു, നിങ്ങൾ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ ചോദിക്കും നിങ്ങൾ എക്സാമ്പിൾ കൂടി എഴുതുക. അപ്പൊ ആ ഒരു ഭാഗം കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്ക് പഠിക്കുകയാണ്. ഇന്ധനങ്ങളുടെ ജ്വലനത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇന്ധനങ്ങളുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം ജ്വലനം എന്താണെന്ന്, അല്ലെങ്കിൽ പൂർണ്ണ ജ്വലനം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ധനങ്ങൾ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പം ഓക്സിജൻ കത്താൻ സാധിക്കുന്ന വാതകമാണ്. അപ്പം ഓക്സിജനുമായിട്ട് ഇന്ധനങ്ങൾ പ്രവർത്തിച്ചിട്ട് എന്തൊക്കെ ഉണ്ടാകുന്നു? പ്രകാശം, താപം, നീരാവി, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം ഇന്ധനങ്ങൾ ഓക്സിജനുമായി പ്രവർത്തിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, പ്രകാശം, താപം, നീരാവി ഇങ്ങനെയുള്ള വസ്തുക്കളെ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം ഈ ഒരു പ്രക്രിയക്ക് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ജ്വലനം അല്ലെങ്കിൽ കമ്പഷൻ. When fuels reacts with oxygen, it produces steam, light, heat and carbon dioxide. This process is called combustion. ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജ്വലനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പറഞ്ഞു എന്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പൊ കത്തുന്നത് അല്ലെങ്കിൽ കമ്പസ്റ്റ് ചെയ്യുന്നത്? ഓക്സിജന്റെ സഹായത്തോടു കൂടിയാണ്. ഒരുപക്ഷെ ഓക്സിജൻ ഇല്ലാത്ത, അല്ലെങ്കിൽ ഓക്സിജൻ കത്തേണ്ട ആ ഒരു ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വന്നാലോ? അപ്പൊ മറ്റൊരു സന്ദർഭം ഉടലെടുക്കും. അതിന് വിളിക്കുന്ന പേരാണെന്ത്? ഭാഗിക ജ്വലനം. എന്താണ്? ഭാഗിക ജ്വലനം അല്ലെങ്കിൽ പാർഷ്യൽ കമ്പഷൻ. അതായത് എപ്പോഴാണോ കത്താൻ ആവശ്യമായ അളവിൽ അല്ലാത്ത ഓക്സിജൻ നമുക്ക് ലഭിക്കാത്തത്, ആ ഒരു അവസരത്തിൽ പൂർണ്ണമായിട്ടുള്ള ജ്വലനം നടക്കില്ല. ഈ അവസരത്തിൽ എന്തൊക്കെ ഉണ്ടാകും? കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നൊരു വിഷവാതകം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും ചെറിയ അളവിൽ ഉണ്ടാകുന്നു. അപ്പം ആ ഒരു പ്രക്രിയക്ക് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഭാഗിക ജ്വലനം. When we do not get a proper amount of oxygen for combustion, it only get a partial combustion. This process is called partial combustion. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് എപ്പോഴാണോ ഓക്സിജന്റെ അളവ് നമുക്ക് വ്യക്തമായിട്ട് കിട്ടാത്തത്, ആ അവസരത്തിൽ പൂർണ്ണമായിട്ടുള്ള ജ്വലനം നടക്കില്ല. ഈ പൂർണ്ണമായിട്ടുള്ള ജ്വലനം നടക്കാത്തതിന്റെ ഫലമായി എന്തൊക്കെ ഉണ്ടാകുന്നു? കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും വലിയ അളവിൽ ഉണ്ടാകുന്നു. ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് എന്ത്? ഭാഗിക ജ്വലനം അല്ലെങ്കിൽ പാർഷ്യൽ കമ്പഷൻ. അപ്പം ഈ ഒരു ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദിക്കുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ വാഹനങ്ങളുടെ പുക ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. അതിന്റെ പിന്നിലെ കാരണം എന്ത് എന്ന് പറഞ്ഞായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദ്യം വരുന്നത്. അതിന് ഉത്തരം എന്താണ്? ഭാഗിക ജ്വലനം അല്ലെങ്കിൽ പാർഷ്യൽ കമ്പഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ് കാരണമാണ് വാഹനങ്ങളുടെ പുക ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണമെന്ന് പറയുന്നത്. ഇപ്പം വാഹനങ്ങളുടെ പുക ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചില്ല എങ്കിൽ ഭാഗിക ജ്വലനമായിരിക്കും ഒരുപക്ഷെ അവിടെ നടക്കുന്നത്. അത് കാരണം കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷവാതകങ്ങൾ, നമ്മുടെ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന വിഷവാതകങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വളരെയധികം സാമൂഹിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ടാണ് വാഹനങ്ങളുടെ പുക ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫോസിൽ ഇന്ധനങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ എന്താണെന്ന് പഠിക്കുകയാണ്. അത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന സസ്യങ്ങളും അല്ലെങ്കിൽ വസ്തുക്കളും ഒക്കെ അവിടെ കിടന്നിട്ട് എന്താണ് പല പല പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പക്ഷെ അവിടെ ഒരു പ്രത്യേകത, അവിടെ ഓക്സിജൻ ഇല്ല. അതായത് ഭൂമിയുടെ അടിയിൽ വന്ന അടിത്തട്ടിലാണ്. അപ്പൊ അവിടെ ഓക്സിജന്റെ സാന്നിധ്യം ഒട്ടും ഉണ്ടാകുകയില്ല. അപ്പം ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ വർഷങ്ങളോളം നടക്കുന്ന പ്രക്രിയയിൽ വലിയ ഊഷ്മാവിലും വളരെയധികം പ്രഷറിലും, അതായത് ഉന്നത മർദ്ദത്തിലും ഉന്നത താപനിലയിലും ഇവ എന്തിനു വിധേയമാകുന്നു? പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വിധേയമായി ഇന്ധനങ്ങളായിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഇന്ധനങ്ങൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫോസിൽ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽസ് എന്ന് വിളിക്കും. അവയ്ക്ക് എക്സാമ്പിൾ ആണ് കൽക്കരി, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ദ പ്ലാന്റ്സ് അല്ലെങ്കിൽ അതർ മെറ്റീരിയൽസ് വിച്ച് അണ്ടർ ദ എർത്ത് ക്രസ്റ്റ് വിച്ച് അണ്ടർഗോ thousands of years of reaction without the absence of oxygen at the high temperature and high pressure it produces fossil gases. അതായത്
വളരെയധികം വർഷങ്ങൾ ഭൂമിക്കടിയിൽ കിടന്ന് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വിധേയമായി ഓക്സിജന്റെ അസാന്നിധ്യത്തില് ഉന്നത മർദ്ദത്തിലും ഉന്നത താപനിലയിലും പ്രവർത്തിച്ച് അവ എന്തായിട്ട് മാറുന്നു? ഫോസിൽ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽസ് ആയിട്ട് മാറുന്നു. അവയ്ക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണ്? പ്രകൃതിവാതകം, പെട്രോളിയം, കൽക്കരി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് CNG യെ കുറിച്ചും LNG യെ കുറിച്ചും LPG യെ കുറിച്ചും ഒക്കെയാണ്. അപ്പൊ നമ്മൾ ആദ്യം അവരുടെ ഫുൾ ഫോമുകളെ കുറിച്ച് പഠിക്കും, പിന്നെ അവരുടെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ബാക്കിയുള്ള പ്രത്യേകതയെ കുറിച്ച് പഠിക്കും. അപ്പം CNGയുടെ ഫുൾ ഫോം എന്താണ്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നുള്ളതാണ്. അപ്പം CNGയുടെ ഫുൾ ഫോം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നുള്ളതാണ്. അടുത്ത നമുക്ക് LNGയുടെ ഫുൾ ഫോം എന്താണ്? ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പം CNG എന്തായിരുന്നു? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. LNG എന്താണ്? ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. അടുത്ത പഠിക്കാനുള്ളത് LPG ആണ്. LPGയുടെ ഫുൾ ഫോം എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. LNG എന്തായിരുന്നു? ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. പക്ഷെ LPG എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അപ്പൊ ഇവയെല്ലാം തന്നെ എന്തിന്റെ? പെട്രോളിയത്തിൽ നിന്നുണ്ടാകുന്ന പ്രകൃതിവാതകത്തിന്റെ വിവിധ രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ വകഭേദങ്ങൾ ആണ്. അപ്പോൾ LNGയിലും LPGയിലും അതുപോലെ CNGയിലും ഒക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? മീഥൈൻ ആണ്. അല്ലെങ്കിൽ മീഥൈൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഇതിനകത്ത് മൂന്നിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഓരോന്നിന്റെയും പ്രത്യേകതകളെ കുറിച്ച് പഠിക്കാം. ആദ്യം LNGയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അപ്പം LNGയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവയെ നമുക്ക് ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റിയിട്ട് ദൂര സ്ഥലങ്ങളിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് നമ്മൾ LNG നമ്മൾ ലിക്വിഫൈ ചെയ്യുന്നു. അവയെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പൊ ദൂരെ ഒരു അവിടുത്തെ ഇപ്പം ആവശ്യം ഉണ്ടെങ്കിൽ അവയെ നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടുത്തെ നമ്മൾ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പൊ അവിടെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ എന്തായിട്ട് തിരിച്ച് കൺവേർട്ട് ചെയ്യും? നമ്മൾ ദ്രാവകാവസ്ഥയിൽ കൊണ്ടുപോയ LNG നമ്മൾ വാതകാവസ്ഥയിലായി പൈപ്പ് ലൈനുകളിലൂടെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് LPGയെ കുറിച്ചാണ്. LPGയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന LPG സിലിണ്ടറുകളാണ്. അപ്പം LPGയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്നൊരു ചോദ്യമുണ്ട്. ബ്യൂട്ടൈൻ ആണ്. അതായത് ബ്യൂട്ടൈൻ ആണ് LPGയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പം LPGക്ക് മണമില്ല എന്നുള്ള വസ്തു നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് LPG മണമില്ലാത്ത ഒരു വസ്തുവാണ്. പക്ഷെ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് നമ്മൾ പറയും ഗ്യാസ് ലീക്കായി സ്മെല്ല് വരുന്നുണ്ട് എന്ന് പറയും. അപ്പൊ അതിന് കാരണം നമ്മൾ ഇതിനകത്ത് അതായത് വളരെയധികം എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് LPG എന്ന് പറയുന്നത്. ഒരു പക്ഷെ നമ്മളൊരു അശ്രദ്ധ കൊണ്ട് ഒരു പക്ഷെ അതൊന്ന് ലീക്കായി എന്നിരിക്കട്ടെ, ഒരു പക്ഷെ അതിന് മണമില്ല എങ്കിൽ അല്ലെങ്കിൽ ഒരു സ്മെല്ല് ഇല്ല എങ്കിൽ നമുക്കതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഒക്കില്ല. വളരെയധികം അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതിനായിട്ട് മറ്റൊരു വസ്തുവിനെ ഇതിലേക്ക് കലർത്തുകയാണ്. എന്തിന്? സ്മെല്ല് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഗ്യാസ് ലീക്ക് ആവുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗന്ധം എന്തിന്റെയാണ്? നമ്മൾ ഈ അഡീഷണൽ ആയിട്ട് ചേർത്ത വസ്തുവിന്റെ ഗന്ധമാണ് ഗ്യാസ് ലീക്ക് ആവുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ അതിന്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം. ഈഥൈൽ മെർക്യാപിറ്റൈൻ എന്നാണ് ആ വസ്തുവിന്റെ പേര്. ഈഥൈൽ മെർക്യാപിറ്റൈൻ എന്ന വസ്തു ചേർക്കുന്നത് കൊണ്ടാണ് എന്ത് ഉണ്ടാകുന്നത്? പാചകവാതകത്തിന് സ്മെൽ അല്ലെങ്കിൽ ഗന്ധം ഉണ്ടാകുന്നു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോമാസ് എന്താണെന്നാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പണ്ട് പുരാതന കാലം തൊട്ട് തന്നെ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ചാണകവരളി, അതുപോലെ വിറകുകൾ. അപ്പം ഇവയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നവയാണ്. അപ്പം ഈ പ്രകൃതിയിൽ നിന്നും ഒട്ടനവധി ജൈവ അവശിഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഈ ജൈവ അവശിഷ്ടങ്ങളെല്ലാം കൂട്ടത്തെ നമുക്ക് എന്ത് വിളിക്കാം? അല്ലെങ്കിൽ ഇവയുടെ എല്ലാ ഒരു ശേഖരത്തെ അല്ലെങ്കിൽ ആ ഒരു കളക്ഷനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ബയോമാസ് എന്ന് വിളിക്കാം. അപ്പം ബയോമാസ് എന്താണെന്ന് മനസ്സിലായി. അപ്പൊ ബയോമാസിന്റെ ഒരു പ്രത്യേകത, ഈ ബയോമാസുകൾ നടക്കുന്ന ജ്വലനം എന്ന് പറഞ്ഞാൽ ഭാഗിക ജ്വലനമായിരിക്കും. അപ്പം ഭാഗിക ജ്വലനം നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഓക്സിജന്റെ അഭാവത്തിൽ അല്ലെങ്കിൽ പൂർണ്ണമായി ഓക്സിജൻ ലഭിക്കാത്ത അവസരത്തിലാണ് ഭാഗിക ജ്വലനം നടക്കുന്നത്. അപ്പം ഈ ജൈവ അവശിഷ്ടങ്ങളുടെ ജ്വലനം എന്ന് പറയുന്നത് എന്ത് ജ്വലനമാണ്? ഭാഗിക ജ്വലനം അല്ലെങ്കിൽ പാർഷ്യൽ കമ്പഷൻ ആയിരിക്കും ഇവയിൽ നടക്കുക. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോഗ്യാസിനെ കുറിച്ചാണ്. അപ്പൊ ബയോമാസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ ബയോമാസിനെ നമ്മൾ എവിടെ നിക്ഷേപിക്കുകയാണ്? ഒരു ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കുകയാണ്. അപ്പം ബയോമാസിനെ നമ്മൾ എങ്ങോട്ട് നിക്ഷേപിച്ചു? ബയോഗ്യാസ് പ്ലാന്റിലേക്ക് നിക്ഷേപിച്ചു. അവിടെ നമ്മൾ അതിനെ ബാക്ടീരിയയുടെ സഹായത്താൽ പ്രവർത്തിപ്പിക്കുകയാണ്. ഈ ബയോമാസിൽ നമ്മൾ ബാക്ടീരിയകളെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് ആ ബയോമാസ് എന്തായിട്ട് മാറുന്നു? ബയോഗ്യാസ് ആയിട്ട് മാറുന്നു. അതായത് നമ്മൾ ഇട്ടുകൊടുത്ത ബയോമാസ് ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി ഓക്സിജന്റെ അഭാവത്തിൽ എന്തായിട്ട് മാറുന്നു? ബയോഗ്യാസ് ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു. അപ്പൊ ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ മീഥൈനുമാണ്. അപ്പം അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്നാൽ അവയിൽ നിന്ന് നമുക്ക് ബയോഗ്യാസ്, അതായത് ബയോമാസിൽ നിന്നുണ്ടായ
ബയോഗ്യാസ് വളരെയധികം കലോറിക് മൂല്യമുള്ളതാണ്. ഇവയെ നമുക്ക് ഇന്ധനമായിട്ട് വീടുകളിൽ ഉപയോഗിക്കാം. അതായത് when we deposit the biomass into the biogas plant with the absence of oxygen in the presence of some bacteria, it converts the biomass into biogas. The biogas is a very rich amount in caloric value and it contains of carbon dioxide and methane. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് കലോറിക ഊർജ്ജം അല്ലെങ്കിൽ കലോറിക് എനർജിയെ കുറിച്ചാണ്. അതായത് കലോറിക് ഊർജ്ജം എന്താണെന്ന് ചോദിച്ചാൽ 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ അത് പുറത്തുവിടുന്ന താപത്തിന്റെ അളവാണ് എന്ത്? കലോറിക ഊർജ്ജം. അതായത് 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ അത് പുറത്തുവിടുന്ന ഊർജ്ജം അല്ലെങ്കിൽ പുറത്തുവിടുന്ന താപത്തിന്റെ അളവിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കലോറിക ഊർജ്ജം. അല്ലെങ്കിൽ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പഷൻ ഓഫ് 1 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ ഈസ് കാൾഡ് കലോറിക് എനർജി. അതായത് 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ അത് പുറത്തുവിടുന്ന താപോർജ്ജത്തിന്റെ അളവ് അത് എത്രയാണോ അതാണ് എന്ത്? ആ ഇന്ധനത്തിന്റെ കലോറിക മൂല്യം അല്ലെങ്കിൽ കലോറിക് എനർജി. അപ്പോൾ നമ്മൾ കലോറിക് ഊർജ്ജത്തെ കുറിച്ച് പഠിച്ചു. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതൽ കലോറിക് എനർജി ഉള്ള ഇന്ധനം ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കലോറിക് മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജൻ ആണ്. അതായത് ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ കലോറിക് മൂല്യം അല്ലെങ്കിൽ ഊർജ്ജം പ്രദാനം ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക. അപ്പം ഹൈഡ്രജൻ എന്നാൽ വളരെയധികം അതുകൊണ്ട് തന്നെ എക്സ്പ്ലോസീവ്, പെട്ടെന്ന് കത്തുന്നു അല്ലെങ്കിൽ വളരെയധികം റിയാക്റ്റീവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈഡ്രജൻ അങ്ങനെ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ ഒക്കില്ല. അപ്പം ഹൈഡ്രജനെയും ഓക്സിജനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഒരു സെൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സെല്ലിന്റെ പേര് ഓർത്തിരിക്കുക, ഫ്യൂവൽ സെൽ എന്നാണ് പേര്. ദ സെൽ വിച്ച് കമ്പൈൻഡ് ബൈ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഈസ് കാൾഡ് ഫ്യൂവൽ സെൽ. അല്ലെങ്കിൽ ഹൈഡ്രജനെയും ഓക്സിജനെയും ചേർത്തുകൊണ്ട് നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന സെല്ല് അത് നമുക്ക് എന്ത് നൽകുന്നു? ഊർജ്ജം നൽകുന്നു. അപ്പൊ ആ ഒരു സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫ്യൂവൽ സെല്ല് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഓക്സിജൻ കമ്പൈൻഡ് ടു ഫോം ദ സെൽ കാൾഡ് ഫ്യൂവൽ സെല്ല്. നമ്മൾ പഠിക്കാൻ പോകുന്ന പവർ സ്റ്റേഷനുകളെ കുറിച്ചാണ്. അപ്പൊ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വൈദ്യുത ഉൽപാദനത്തിന് വേണ്ടി നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ അത് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളാണ് പവർ സ്റ്റേഷനുകൾ. അപ്പം പലതരത്തിലുള്ള പവർ സ്റ്റേഷൻ ഉണ്ട്. അപ്പം നമുക്കിതിനകത്ത് 2 പവർ സ്റ്റേഷനുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷന്, രണ്ടാമത് തെർമൽ ഇലക്ട്രിക് പവർ സ്റ്റേഷന്. അപ്പം താപം വഴിയും അതുപോലെ ജലത്തിന്റെ സഹായത്തോടു കൂടിയും എങ്ങനെ വൈദ്യുതി ഉണ്ടാക്കാമെന്നാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനെ കുറിച്ച് പഠിക്കാം. അപ്പം അവയിൽ ജലത്തിന്റെ അല്ലെങ്കിൽ ജലപ്രവാഹത്തിന്റെ ശക്തി ഉപയോഗിച്ചാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? വൈദ്യുതി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കെട്ടി നിർത്തിയ ജലം അതായത് ഈ ഡാമുകളുടെ മുകളിലൊക്കെ വളരെയധികം ലാർജ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വലിയ അളവിൽ നമ്മൾ ജലം കെട്ടി നിർത്തി സൂക്ഷിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി. അപ്പം ഇങ്ങനെയുള്ള കെട്ടി നിർത്തിയ ജലത്തെ നമ്മൾ പെൻസ്റ്റോക്ക് എന്ന് പറയുന്ന പൈപ്പ് വഴി താഴേക്ക് വളരെയധികം ഫോഴ്സിൽ നമ്മൾ താഴേക്ക് വിടുകയാണ്. അപ്പം ആ ഒരു പൈപ്പ് വഴി ഉണ്ടാകുന്ന ആ ഒരു ജലപ്രവാഹത്തിന്റെ ശക്തി കൊണ്ട് എന്തുണ്ടാകും? അതിനോട് ചേർന്നിരിക്കുന്ന ടർബൈൻ കറങ്ങും. അപ്പൊ ആ ഒരു കറങ്ങുന്നതുകൊണ്ടുള്ള ഗതികോർജ്ജത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ശക്തിയുടെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? വൈദ്യുതി ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നടക്കുന്നത്. മുകളിൽ കെട്ടി നിർത്തിയ ജലം, ആ ജലത്തിനുണ്ടാകുന്ന ഊർജ്ജം എന്താണ്? സ്ഥിതികോർജ്ജമാണ്. അല്ലെങ്കിൽ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും സ്ഥലത്ത് വളരെ അമിതമായിട്ടുള്ള അളവില് ഉൾക്കൊണ്ടിരിക്കുന്ന ജലത്തിന് സ്ഥിതികോർജ്ജമാണുള്ളത്. അതിനെ നമ്മൾ താഴേക്ക് ഇടുമ്പോൾ അത് ഗതികോർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ആ ഒരു ജലത്തിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് നമ്മൾ ടർബൈനെ കറക്കി നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുകയാണ്. അപ്പം ഈ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിൽ വൈദ്യുതി ഉണ്ടാക്കാൻ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ കേരളത്തിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുണ്ട്. അതെവിടേക്കാണെന്ന് പഠിക്കാം. മൂലമറ്റം, പള്ളിവാസൽ. എന്തൊക്കെയാണ്? മൂലമറ്റം, പള്ളിവാസൽ. അപ്പം ഈ 2 സ്ഥലങ്ങളാണ് കേരളത്തിൽ എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണെന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലമാണ്. അപ്പോൾ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം എന്ന് പറയുമ്പോൾ അത് സ്റ്റേഷനറി ആണ്, അതിന് ചലനമില്ല. അപ്പോൾ അവിടെയുള്ള അതിന് സ്ഥിതി ചെയ്തതുകൊണ്ട് അതിന് ലഭിക്കുന്ന ഊർജ്ജമാണ് അത് സ്ഥിതികോർജ്ജമാണ്. അപ്പോൾ ആ ഒരു സ്ഥിതികോർജ്ജത്തെ നമുക്ക് താഴേക്ക് വളരെ ശക്തിയോടെ നമ്മൾ താഴേക്ക് വിടുകയാണ്. അപ്പോൾ അതിന് എന്തുണ്ടായി? ചലനമുണ്ടായി. അപ്പോൾ വളരെ ഫോഴ്സിൽ, അതായത് വളരെ ശക്തിയോടുകൂടി അത് താഴേക്ക് വീഴുകയാണ്. അപ്പോൾ അതിന്റെ ചലനം മൂലം അതിന് എന്ത് ഊർജ്ജം ലഭിക്കുന്നു? ഗതികോർജ്ജം ലഭിക്കുന്നു. അപ്പം സ്ഥിതികോർജ്ജം ആയി അത് മുകളിൽ നിൽക്കുകയായിരുന്നു, താഴേക്ക് വരുന്നു, ഗതികോർജ്ജത്തിലേക്ക് കൺവേർട്ട് ആയി. അതുപയോഗിച്ച് എന്ത് കറങ്ങുകയാണ്? ടർബൈൻ കറങ്ങുകയാണ്. ഒരു ടർബൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യന്ത്രമാണ്. അതായത് ഗതികോർജ്ജം വഴി ടർബൈൻ എന്ന് പറഞ്ഞ യന്ത്രം പ്രവർത്തിക്കുകയാണ്. അപ്പൊ യന്ത്രം പ്രവർത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഊർജ്ജം എന്തായിരിക്കും? യാന്ത്രികോർജ്ജമായിരിക്കും. അപ്പം യാന്ത്രികോർജ്ജം വഴി യന്ത്രം പ്രവർത്തിച്ച് എന്തുണ്ടാകുന്നു? വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. അപ്പം 4 തരത്തിലുള്ള എനർജികളാണ് ഉണ്ടാകുന്നത്.
മുകളിൽ കെട്ടി നിർത്തിയ ജലത്തിനുണ്ടായിരുന്ന എനർജി സ്ഥിതികോർജം. താഴേക്ക് വന്നപ്പോൾ എന്തായിട്ട് മാറുന്നു? ഗതികോർജമായിട്ട് മാറുന്നു. ആ ഗതികോർജം ഉപയോഗിച്ച് നമ്മൾ എന്ത് കറക്കുന്നു? ടർബൈൻ കറക്കുന്നു. ടർബൈൻ കറക്കിയപ്പോൾ ഉണ്ടായ ഊർജ്ജം എന്താണ്? യാന്ത്രികോർജം. ആ യാന്ത്രികോർജം വഴി എന്തൂർജം ഉണ്ടാകുന്നു? വൈദ്യുതോർജം ഉണ്ടാകുന്നു. ഈ പൊട്ടൻഷ്യൽ എനർജി കൺവേർട്സ് ടു കൈനറ്റിക് എനർജി and the kinetic energy converts into mechanical energy and the mechanical energy finally converts into electrical energy. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് തെർമൽ പവർ സ്റ്റേഷനെ കുറിച്ചാണ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം താപം ഉപയോഗിച്ചാണ് അതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പം അത് നമുക്ക് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കൽക്കരി അല്ലെങ്കിൽ നാഫ്ത അല്ലെങ്കിൽ ലിഗ്നൈറ്റ്, അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ ചൂടാക്കിയിട്ട് ഉന്നത മർദ്ദത്തിലും താപനിലയിലും ഒക്കെ ചൂടാക്കിയിട്ട് അതിൻ്റെ ആ ഒരു ശക്തി ഉപയോഗിച്ച് നമ്മൾ ജലത്തെ ചൂടാക്കുകയാണ്. അപ്പോൾ ജലത്തെ ചൂടാക്കുമ്പോൾ എന്തുണ്ടാകും? നീരാവി ഉണ്ടാകും. അപ്പോൾ ഈ നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് നമ്മൾ എന്തിനെ കറക്കുന്നു? നേരത്തെ നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ പറഞ്ഞ പോലെ ടർബൈനെ കറക്കുകയാണ്. ടർബൈനെ കറക്കുമ്പോൾ എന്ത് ഊർജ്ജം ഉണ്ടാകും? യാന്ത്രികോർജം ഉണ്ടാകും. ഈ യാന്ത്രികോർജത്തിന്റെ ശക്തി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? വൈദ്യുതിയെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം, കൽക്കരി, നാഫ്ത തുടങ്ങിയ വസ്തുക്കളെ നമ്മൾ കത്തിച്ചിട്ട് അതുവഴി നമ്മൾ ജലത്തെ ചൂടാക്കുന്നു. ആ ജലം ചൂടാക്കി ഉണ്ടാകുന്ന നീരാവി അതുപയോഗിച്ച് നമ്മൾ ടർബൈനെ കറക്കുന്നു. അങ്ങനെ ടർബൈൻ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന യാന്ത്രികോർജം വഴി നമ്മൾ വൈദ്യുതിയെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു തെർമൽ പവർ സ്റ്റേഷനിലെ ഊർജ്ജ വ്യതിയാനം അല്ലെങ്കിൽ അവയിൽ സംഭവിക്കുന്ന ഊർജ്ജ മാറ്റത്തെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ അതിനകത്തോട്ട് നിക്ഷേപിക്കുന്ന വസ്തുക്കൾ കൽക്കരിയും നാഫ്തയും ഒക്കെയാണ്. അപ്പം അവയിൽ നിന്നുണ്ടാകുന്ന ഊർജ്ജം എന്ത് ഊർജ്ജമായിരിക്കും? രാസപരമായ ഊർജ്ജമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ട് ചൂടാക്കി കിട്ടുന്ന ഊർജ്ജം രാസ ഊർജ്ജമാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന രാസ ഊർജ്ജം പിന്നീട് ചൂടാകുമ്പോൾ എന്ത് ഊർജ്ജമായിട്ട് മാറും? താപോർജ്ജമായി മാറും. അതായത് നമ്മൾ ഇട്ട് കൊടുത്ത നാഫ്ത, കൽക്കരി തുടങ്ങിയ രാസവസ്തുക്കളാണ്. ഈ രാസവസ്തുക്കളെ ചൂടാക്കുമ്പോൾ ആ രാസ ഊർജ്ജം എന്ത് ഊർജ്ജത്തിലേക്ക് മാറുന്നു? താപോർജ്ജത്തിലേക്ക് മാറുന്നു. ഈ താപോർജ്ജം വഴി ഉണ്ടാകുന്ന നീരാവി വഴി എന്താണ് കറങ്ങുന്നത്? ടർബൈനെ നമ്മൾ കറക്കുകയാണ്. അപ്പം ടർബൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഒരു യന്ത്രമാണ്. അപ്പൊ യന്ത്രം പ്രവർത്തിക്കുമ്പോൾ എന്ത് ഊർജ്ജമായിരിക്കും ഉണ്ടാകുന്നത്? യാന്ത്രിക ഊർജ്ജമായിരിക്കും. അപ്പം എന്തൊക്കെയായി? രാസോർജ്ജമായി. രാസോർജ്ജത്തെ എങ്ങോട്ട് മാറ്റി? താപോർജ്ജത്തേക്ക് മാറ്റി. താപോർജ്ജം വഴി ഉണ്ടാകുന്ന നീരാവി വഴി നമ്മൾ എന്തിനെ കറക്കി? ടർബൈനെ കറക്കി. ടർബൈനിൽ യാന്ത്രികോർജ്ജം ഉണ്ടായി. ആ യാന്ത്രികോർജ്ജം വഴി വൈദ്യുതോർജ്ജം ഉണ്ടായി. അപ്പം രാസോർജ്ജം, താപോർജ്ജം, യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം. അപ്പം chemical energy is converted into heat energy. Heat energy is converted into mechanical energy and the mechanical energy finally converted into the electrical energy. അപ്പോൾ കേരളത്തിലെ പ്രധാനമായിട്ടും തെർമൽ പവർ സ്റ്റേഷനുള്ള കുറച്ച് സ്ഥലങ്ങളെ കുറിച്ച് പഠിക്കാം. നെയ്വേലിയും കായംകുളവും. എന്തൊക്കെയാണ്? നെയ്വേലി, കായംകുളം. ഈ രണ്ട് സ്ഥലങ്ങളിലാണ് കേരളത്തിൽ എന്തുള്ളത്? തെർമൽ പവർ സ്റ്റേഷനുകളിൽ പ്രവർത്തിക്കുന്നത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സൗരോർജ്ജത്തെ കുറിച്ചാണ്. സൗരോർജ്ജം എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഊർജ്ജമാണിത്, സൗരോർജ്ജം. അപ്പം സൗരോർജ്ജം വഴി നമുക്ക് മറ്റ് പല ഉപകരണങ്ങളും നിർമ്മിക്കാം. സൗരോർജ്ജത്തിന്റെ സഹായത്തോടുകൂടി മറ്റ് പല ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ ഉപകരണങ്ങൾ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ അവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം പഠിക്കേണ്ടത് സോളാർ സെല്ലാണ്. അപ്പം സോളാർ സെൽ എന്ന് പറഞ്ഞാൽ ഒരു PN ഡയോഡാണ്. അതിനകത്ത് P എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, N എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം N ഭാഗത്ത്, അതായത് PN ഡയോഡിലെ N ഭാഗം സിലിക്കൺ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ N ഭാഗത്ത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ P ഭാഗത്ത് എന്തുണ്ടാവും? ഇലക്ട്രോണുകളുടെ ആ ഒരു വിന്യാസത്തിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചേഞ്ച് വഴി അതിനകത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്? ഇലക്ട്രോണുകളുടെ പ്രവാഹം വഴി വൈദ്യുതി ഉണ്ടാക്കപ്പെടുന്നു. അതാണ് എന്തിന്റെ തത്വം? സോളാർ സെല്ലിന് പിന്നിലുള്ള തത്വം. അപ്പോൾ സോളാർ എനർജിയുടെ സഹായത്തോടു കൂടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് എക്യുപ്മെന്റ്സും അതുപോലെ ഉപകരണങ്ങളുമാണ് സോളാർ വാട്ടർ ഹീറ്റർ, സോളാർ പവർ പ്ലാന്റ്, സോളാർ കുക്കർ, സോളാർ സെല്ല്, അങ്ങനെയുള്ള പല പല ഉപകരണങ്ങൾ നമ്മൾ എന്തിന്റെ സഹായത്തോടെ ഉണ്ടാക്കിയിട്ടുണ്ട്? സോളാർ അല്ലെങ്കിൽ സൗരോർജ്ജത്തിന് അല്ലെങ്കിൽ സൂര്യപ്രകാശം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഊർജ്ജത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന സോളാർ എനർജിയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന കുറച്ച് വസ്തുക്കളെ കുറിച്ചാണ്. അപ്പോൾ സൗരോർജ്ജം പ്രയോജനപ്പെടുത്തിയാണ് സോളാർ സെല്ല് ഉണ്ടാക്കിയിരിക്കുന്നത്. സൗരോർജ്ജം ഉപയോഗപ്പെടുത്തിയാണ് സോളാർ പാനലുകൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ സോളാറിന്റെ സഹായത്തോടു കൂടി സോളാർ കുക്കറുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ സോളാർ വാട്ടർ ഹീറ്ററുകൾ എന്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്? സൗരോർജ്ജത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ സോളാർ തെർമൽ പവർ പ്ലാന്റുകൾ നമ്മൾ എന്തിന്റെ സഹായത്തോടു കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സൗരോർജ്ജത്തെ പ്രയോജനപ്പെടുത്തിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? സോളാർ സെല്ല്, സോളാർ പാനല്, സോളാർ കുക്കർ, സോളാർ പവർ പ്ലാന്റ്, സോളാർ വാട്ടർ ഹീറ്റർ. അപ്പം ഇത്രയും ഉപകരണങ്ങൾ നമ്മൾ എന്തിന്റെ സഹായത്തോടു കൂടിയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്? സൗരോർജ്ജം അല്ലെങ്കിൽ സൂര്യനിൽ നിന്നും നമ്മൾ
ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഊർജ്ജത്തെ നമ്മൾ ഫലപ്രദമായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് ഈ ഉപകരണങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയർ എനർജിയെ കുറിച്ചാണ്. അപ്പം ന്യൂക്ലിയർ എനർജി പ്രധാനമായിട്ടും ഉണ്ടാകുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ വഴിയാണ്: ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും. അപ്പോൾ എന്തൊക്കെയാണ് രണ്ട് പ്രവർത്തനം? ന്യൂക്ലിയർ ഫിഷന്, ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പോൾ അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഫിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വലിയ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വലിയൊരു പാർട്ടിക്കിൾ നമ്മൾ ചെറുതായിട്ട് മാറ്റുകയാണ്. ആ ഒരു ഫിഷൻ അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന പ്രോസസ്സ്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുന്നത്. മറിച്ച് ഫ്യൂഷൻ എന്താണ്? കുറേ വസ്തുക്കളെ തമ്മിൽ ചേർക്കുകയാണെങ്കിൽ അവയെ നമ്മൾ ഒരുമിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയർ ഫ്യൂഷൻ. അവയെ നമ്മൾ ഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിയർ ഫിഷനെ കുറിച്ചാണ്. അപ്പം പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ലാർജ് അല്ലെങ്കിൽ വളരെ ഹെവിയസ്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് അതിനെ കൺവേർട്ട് ചെയ്ത് ചെറിയ മറ്റ് പാർട്ടിക്കിളായിട്ട് മാറ്റുന്ന പ്രോസസ്സാണ് എന്ത്? ന്യൂക്ലിയർ ഫിഷൻ. അതായത് ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസിനെ ന്യൂട്രോണുകൾ ഉപയോഗിച്ച് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ചെറിയ പാർട്ടിക്കിളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പം ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ എന്നുള്ളത്. അപ്പം ന്യൂക്ലിയർ ഫിഷൻ വഴി ഒരു വലിയ മോളിക്യൂള് അനേകായിരം ചെറിയ മോളിക്യൂളായിട്ട് മാറുമ്പോൾ ഒരു വ്യത്യാസം, അനേകായിരം ചെറിയ ന്യൂക്ലിയസുകളായിട്ട് മാറിയപ്പോൾ അവയുടെ ആകെ മാസിന്റെ തുക മറ്റേതിനേക്കാൾ കുറവായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ട് വന്നു എന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ ഐൻസ്റ്റീൻ നമുക്കതിന് ഉത്തരം തന്നു. ആ നഷ്ടമായ ദ്രവ്യം എന്തായിട്ട് മാറി? ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്തുവെന്ന് ഐൻസ്റ്റീൻ നമുക്ക് പറഞ്ഞു തന്നു. അതായത് ആ മാതൃ ന്യൂക്ലിയസിൽ നിന്നും അനേകായിരമുള്ള ആ ഒരു ചെറിയ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ആ ഒരു ഭാരത്തിലുള്ള ആ ഒരു വ്യത്യാസം, അതായത് ആ ഒരു വലിയ ന്യൂക്ലിയസിൽ നിന്നും ചെറിയ ന്യൂക്ലിയസുകളിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഭാരത്തിന്റെ വ്യതിയാനം, ആ ഒരു ദ്രവ്യം എങ്ങോട്ട് മാറി എന്ന് പറഞ്ഞു? അത് ഊർജ്ജമായിട്ട് പരിവർത്തനപ്പെട്ടു എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞു. E = mc² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഐൻസ്റ്റീൻ നമുക്ക് മുമ്പിലേക്ക് തന്നു. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറഞ്ഞു, നമുക്ക് നേരത്തെ നഷ്ടപ്പെട്ടു പോയ ദ്രവ്യം, ആ ഒരു ദ്രവ്യം എന്തായിട്ട് മാറി? എനർജി അല്ലെങ്കിൽ ഊർജ്ജ രൂപമായിട്ട് അവ മാറുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ ഒരു എനർജി കണ്ടുപിടിക്കാൻ അദ്ദേഹം ഒരു ഇക്വേഷൻ തന്നു. E = mc² എന്നൊരു ഇക്വേഷൻ നമ്മുടെ മുമ്പിലേക്ക് തന്നു. അപ്പോൾ ന്യൂക്ലിയർ ഫിഷന്റെ ആ ഒരു ഊർജ്ജത്തിന്റെ ആ ഒരു ഇക്വേഷൻ E = mc² ഐൻസ്റ്റീൻ. അപ്പോൾ അതുകൊണ്ടുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം ആറ്റം ബോംബിന്റെ കണ്ടുപിടുത്തമാണ്. വളരെയധികം സ്ഫോടകം ഉണ്ടാകുന്ന ഒരു ബോംബാണ് ആറ്റം ബോംബ്. അപ്പം ആറ്റം ബോംബിന്റെ ആ ഒരു നിർമ്മാണ പ്രക്രിയയ്ക്ക് പിന്നുള്ള പ്രിൻസിപ്പിൾ എന്താണ്? ന്യൂക്ലിയർ ഫിഷൻ എന്നുള്ള ആ ഒരു പ്രതിഭാസം ഉപയോഗിച്ചാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ആറ്റം ബോംബുകളെ നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത്. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനെ കുറിച്ചാണ്. അപ്പം ഫിഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു വലിയ ഒരു ന്യൂക്ലിയസിനെ ചെറുതായിട്ട് വിഘടിപ്പിച്ച് മാറ്റുന്ന പ്രക്രിയയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പഠിച്ചു. അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണത് ഫ്യൂഷൻ. പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം, ഫ്യൂസ് ചെയ്യിക്കുകയാണ് അല്ലെങ്കിൽ ഒരുമിപ്പിക്കുകയാണ്. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വെച്ചാൽ അനേകായിരം ചെറിയ ന്യൂക്ലിയസുകളെ അവയെ നമ്മൾ ചേർത്ത് എന്തായിട്ട് മാറ്റുന്നു? ഒരൊറ്റ വലിയ ന്യൂക്ലിയസ് ആയിട്ട് നമ്മൾ മാറ്റുന്നു. ആ പ്രക്രിയയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണിത് ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പോൾ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത് ചെറിയ പ്രോസസ്സ് അല്ല, വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറം ഉന്നത താപനില ഉന്നത മർദ്ദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കൂ? ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് ചെയ്തെടുക്കാൻ ഒക്കത്തുള്ളൂ. അപ്പം ഈ ന്യൂക്ലിയർ ഫ്യൂഷന്റെ പരമായിട്ട് എന്തുണ്ടാകുന്നുണ്ട്? ഊർജ്ജം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ ന്യൂക്ലിയർ ഫ്യൂഷനിലും ദ്രവ്യത്തിന് നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഈ നഷ്ടപ്പെട്ടു പോകുന്ന, അതായത് ന്യൂക്ലിയർ ഫിഷൻ വഴി നഷ്ടപ്പെട്ടു പോകുന്ന ദ്രവ്യം എന്തായിട്ട് മാറുന്നു? ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമുക്കറിയാം, സൂര്യനിലും അതുപോലെ നക്ഷത്രങ്ങളും അവയെല്ലാം ഊർജ്ജം ഉണ്ടാകുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രക്രിയ വഴിയാണ് നക്ഷത്രങ്ങളിലും സൂര്യനിലും ഒക്കെ ഊർജ്ജോൽപാദനം നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ന്യൂക്ലിയർ ഫിഷന്റെ കേസിൽ പറഞ്ഞ ആറ്റം ബോംബിന്റെ നിർമ്മാണത്തിന് കാരണമായ പ്രതിഭാസം എന്താണ്? ന്യൂക്ലിയർ ഫിഷൻ ആണ്. അതായത് ആറ്റം ബോംബിന്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് കാരണം ന്യൂക്ലിയർ ഫിഷൻ ആണ് എങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഉണ്ടാക്കിയെടുക്കുന്ന ബോംബാണിത് ഹൈഡ്രജൻ ബോംബ്. അപ്പം ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണ പ്രക്രിയ പിന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള പ്രതിഭാസം എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ന്യൂക്ലിയർ റിയാക്ടർ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം റിയാക്ടറെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ന്യൂക്ലിയർ ഊർജ്ജത്തെ, അതായത് നമ്മൾ ന്യൂക്ലിയർ ഫിഷനും അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷനും അവയൊക്കെ വഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഊർജ്ജത്തെ നമ്മൾ എന്താക്കി മാറ്റുകയാണ്? വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുകയാണ്. അപ്പം ആ ഒരു ഊർജ്ജമാറ്റം സാധ്യമാക്കുന്ന പവർ സ്റ്റേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. അത് സാധ്യമാക്കുന്ന ഉപകരണത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ റിയാക്ടർ. അതായത് ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി കൺവേർട്ട് ചെയ്യുന്ന ഉപകരണങ്ങളെ നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നു? ന്യൂക്ലിയർ റിയാക്ടർ എന്ന് വിളിക്കുന്നു. സിസ്റ്റം വിച്ച് കൺവേർട്സ് ന്യൂക്ലിയർ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി ഈസ് കാൾഡ് ന്യൂക്ലിയർ റിയാക്ടർ. അപ്പോൾ ദ സിസ്റ്റം വിച്ച് കൺവേർട്സ് ന്യൂക്ലിയർ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി ഈസ് കാൾഡ് ന്യൂക്ലിയർ റിയാക്ടർ. അതായത് ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി പരിവർത്തനപ്പെടുത്തുന്ന
ഉപകരണങ്ങളെ അല്ലെങ്കിൽ ആ ഒരു മിഷനെ നമുക്ക് എന്ത് പേരിൽ വിളിക്കാം? ന്യൂക്ലിയർ റിയാക്ടർ എന്ന പേരിൽ വിളിക്കാം. അപ്പോൾ നമ്മൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ന്യൂക്ലിയർ ഊർജ്ജം പ്രയോജനപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളായിരിക്കും എന്ത്? ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ. അപ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അതായത് ന്യൂക്ലിയർ ഊർജ്ജത്തെ ഉപയോഗപ്പെടുത്തി ഉന്നത മർദ്ദത്തിലും താപനിലയിലും നമ്മൾ എന്തിനെ ചൂടാക്കുന്നു? ജലത്തെ ചൂടാക്കുന്നു. അതായത് ന്യൂക്ലിയർ ഊർജ്ജത്തെ പ്രയോജനപ്പെടുത്തിയിട്ട് ഉന്നത താപനിലയിൽ നമ്മൾ ജലത്തെ ചൂടാക്കുന്നു. ജലത്തെ ചൂടാക്കുമ്പോൾ എന്തുണ്ടാവും? നീരാവി ഉണ്ടാവും. അപ്പോൾ ആ നീരാവി ഉപയോഗിച്ച് നമ്മൾ എന്തിനെ കറക്കുന്നു? നേരത്തെ പറഞ്ഞ പോലെ ടർബൈനെ കറക്കുന്നു. അങ്ങനെ ടർബൈൻ കറങ്ങുന്നതിന്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? യാന്ത്രിക ഊർജ്ജം ഉണ്ടാകുന്നു. ആ ഊർജ്ജം വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതായത് ന്യൂക്ലിയർ എനർജി വഴി നമ്മൾ ജലത്തെ ചൂടാക്കി നീരാവിയാക്കുന്നു. ആ നീരാവി ഉപയോഗിച്ച് നമ്മൾ ടർബൈനെ കറക്കുന്നു. അങ്ങനെ കറങ്ങുന്ന ടർബൈന്റെ യാന്ത്രികോർജ്ജം ഉപയോഗിച്ച് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉണ്ടാകുന്ന ഊർജ്ജ മാറ്റമാണ്. അപ്പം ആദ്യമായി നമ്മൾ കൊടുക്കുന്നത് ന്യൂക്ലിയർ എനർജിയാണ്. അപ്പോൾ ആ ഒരു എനർജി വഴിയാണ് നമ്മൾ ജലത്തെ ചൂടാക്കി എന്താക്കുന്നത്? ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നത്. അപ്പം ന്യൂക്ലിയർ എനർജി പിന്നെ അത് ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. ആ ഹീറ്റ് എനർജി വഴി എന്ത് കറങ്ങുന്നു? ടർബൈൻ കറങ്ങുന്നു. അപ്പോൾ അവിടെ എന്ത് ഊർജ്ജം ഉണ്ടായി? യാന്ത്രിക ഊർജ്ജം ഉണ്ടായി. ആ യാന്ത്രികോർജ്ജത്തിന്റെ ഫലമായി എന്ത് ഊർജ്ജം ഉണ്ടായി? വൈദ്യുതോർജ്ജം ഉണ്ടായി. അതായത് ആദ്യം ഉണ്ടായ ന്യൂക്ലിയർ ഊർജ്ജം, പിന്നീട് താപോർജ്ജം, താപോർജ്ജം പിന്നീട് യാന്ത്രികോർജ്ജം, യാന്ത്രികോർജ്ജം പിന്നീട് വൈദ്യുതോർജ്ജം. അതായത് ന്യൂക്ലിയർ എനർജി, ഹീറ്റ് എനർജി, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ പാഠഭാഗത്തിന്റെ ഏറ്റവും അവസാന ടോപ്പിക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അവസാനത്തെ ഒരു ടോപ്പിക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ചാണ്. അപ്പം ഊർജ്ജ സ്രോതസ് അതായത് നമുക്ക് ഊർജ്ജം പ്രദാനം ചെയ്യുന്ന ആ ഒരു ഉറവിടത്തെയാണ് നമ്മൾ ഊർജ്ജ സ്രോതസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഊർജ്ജ സ്രോതസ് രണ്ട് തരത്തിലുണ്ട്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതുമുണ്ട്, കഴിയാത്തതുമുണ്ട്. അപ്പം കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ച് ചോദിച്ചാൽ കൽക്കരി, അതുപോലെ പെട്രോളിയം. അപ്പോൾ ഇതൊക്കെ ഭൂമിയുടെ അടിയിൽ വർഷങ്ങളെടുത്ത് ഉണ്ടായിരിക്കുന്ന ആ ഒരു ഇന്ധനങ്ങളാണ്. അപ്പം ഇവയൊന്നും നമുക്ക് പിന്നീട് പെട്ടെന്ന് മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ പ്രകൃതിയിൽ പെട്ടെന്നോ അവ ഒരിക്കലും വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. അപ്പൊ ഇവയൊക്കെ എന്തായിട്ടാണ് നമ്മൾ കരുതുന്നത്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് ഇവയൊക്കെ. അതേസമയം മറ്റു ചില ഊർജ്ജ സ്രോതസ്സുകൾ അവ പ്രകൃതിയുടെ ഇടപെടലുകൾ കൊണ്ട് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവയൊക്കെ നമ്മൾ ഉപയോഗിച്ചാലും വീണ്ടും വീണ്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അവയൊന്നും പെട്ടെന്ന് നശിച്ചു പോകുന്നതല്ല. ഉദാഹരണം പറയുന്നത് മഴ, അതുപോലെ തന്നെ കാറ്റ്, സൂര്യപ്രകാശം. അപ്പൊ ഇവയൊന്നും നശിക്കുന്നതല്ല, അവ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അവയെ നമുക്ക് എന്ത് വിളിക്കാം? പുനർജീവിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് വിളിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നൽകുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാഠഭാഗത്ത് ഏറ്റവും നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന പാഠങ്ങൾ ഏതാണ് നിങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആ ഒരു പാഠഭാഗങ്ങളെല്ലാം തന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ശുഭദിനം.